രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇലക്ഷൻ്റെ വോട്ടെണ്ണൽ കഴിയട്ടെ, അപ്പോൾ കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുന്ന കുറച്ച് ഫ്രോഡുകളെക്കുറിച്ച് തനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. വി ഡി സതീശനെ സംബന്ധിച്ച് സംസ്ഥാന തലത്തിൽ ഏതെങ്കിലും ഇപ്പോൾ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല, KPCC പ്രസിഡൻ്റായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല. ഇപ്പോഴത്തെ വി ഡി സതീശനെ പോലെ ഒരു ഇത്രയും വലിയൊരു ധാഷ്ടിക്കാരൻ നിൽക്കുന്ന സമയത്ത് പിണറായി വിജയനെ എങ്ങനെ ധാഷ്ടിക്കാരൻ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും? എന്തടിസ്ഥാനത്തിലാണ് വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവണമെന്ന് പറയുന്നത്? നാളിതുവരെ ഒരു മന്ത്രിയായിട്ടില്ല, KPCC അധ്യക്ഷനായിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ, ഇതുപോലെ ധാർഷ്ട്യമുള്ള ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുമോ? നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നാടകങ്ങളും വടംവലികളൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിലേക്ക് പോകുന്നത് ഓരോ ദിവസവും അതെ പുതിയതായിട്ട് ഓരോന്ന് വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒരു പുതിയ ടാഗ്ലൈൻ, കോൺഗ്രസ്സുകാരെ തിരിച്ചേൽപ്പിക്കുക എന്നൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഇതിന് പല തലമാനങ്ങളൊക്കെ ഉണ്ട്. ആരൊക്കെയോ ലക്ഷ്യം വെക്കുന്ന ഒരു വാക്ക് ഒരുപക്ഷെ വോട്ടെണ്ണലിനോട് കൂടുതൽ എടുക്കുമ്പോൾ മുഖ്യമന്ത്രി മോഹം എന്ന വി ഡി സതീശന്റെ കാര്യങ്ങൾ കയ്യിൽ നിന്ന് കൂടുതൽ പിടിവിട്ടു പോകുന്നൊരവസ്ഥയാണ്. ഈ ഒരു ക്യാമ്പയിനും വി ഡി സതീശനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണോ? തീർച്ചയായിട്ടും. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ അതിന് മുമ്പായിട്ട് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ, രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇലക്ഷൻ്റെ വോട്ടെണ്ണൽ കഴിയട്ടെ, അപ്പോൾ കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുന്ന കുറച്ച് ഫ്രോഡുകളെക്കുറിച്ച് തനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് നമുക്ക് മെയ് 4-ാം തീയതി വോട്ട് പെട്ടി എണ്ണി നോക്കിയതിന് ശേഷം അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. എന്നാൽ ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ടാലൻറ്റ് ഹണ്ട് ഉണ്ട്. ഈ ടാലൻറ്റ് ഹണ്ടിലൂടെ കോൺഗ്രസിൻ്റെ ബേസിക് പൊളിറ്റിക്സ് അറിയാൻ പാടില്ലാത്ത, ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത, എന്നാൽ ഈ സിനിമയിലെ നായകന്മാരൊക്കെ എങ്ങനെയാണോ ജനമനസ്സുകളിൽ സ്ഥാനം പിടിക്കുന്നത്, അതേ ഒരു തിയറി അവലംബിച്ചുകൊണ്ട് ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ച് ജനങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ എന്തോ വലിയ ഹീറോമാരാണ് എന്നാണ്. സത്യത്തിൽ ഇവരൊക്കെ വെറും സീറോ ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളെടുത്ത് പരിശോധിക്കേണ്ട ഒരു വിഷയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ഡി സതീശൻ ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയം നിർത്തി അദ്ദേഹം വക്കീൽ പണിയിലേക്ക് പോയ ആളാണ്. അതിനുശേഷം അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് ശ്രീ ജോസഫ് വാഴയ്ക്കനാണ്. അത് വളരെ അഭിമാനപൂർവ്വം വി ഡി സതീശൻ തന്നെ അദ്ദേഹം AICC സെക്രട്ടറി ആയിട്ട് എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ അത് വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുമുണ്ട്. ഇനി അടുത്ത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വി ഡി സതീശനെ സംബന്ധിച്ച് സംസ്ഥാന തലത്തിൽ ഏതെങ്കിലും ഇപ്പോൾ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല, KPCC പ്രസിഡൻ്റായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല. ഈ 3 തലങ്ങളിലും പ്രവർത്തിക്കാത്തതിൻ്റെ, ആ ഒരു പ്രവൃത്തി പരിചയമില്ലാത്തതിൻ്റെ എല്ലാ കുറവുകളും ശ്രീ വി ഡി സതീശൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം സംസ്ഥാനത്തുടനീളം വി ഡി സതീശന് ബന്ധമുണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ KSUവിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇരുന്നിട്ടുണ്ടാവണം, അല്ലെങ്കിൽ KPCCയുടെ പ്രസിഡൻ്റായിട്ട് ഇരുന്നിട്ടുണ്ടാവണം, അതല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഇരുന്നിട്ടുണ്ടാവണം. ഇങ്ങനെ ഒന്നും ഇരിക്കാത്ത ഒരു വ്യക്തിയാണ് വി ഡി സതീശൻ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതുകൂടാതെ തന്നെ ശ്രീ പിണറായി വിജയൻ ഭയങ്കര ധാഷ്ടിക്കാരനാണ് എന്ന് പറയുന്നത് ആരാണ്? വി ഡി സതീശനാണ്. ഇപ്പോഴത്തെ വി ഡി സതീശനെ പോലെ ഒരു ഇത്രയും വലിയൊരു ധാഷ്ടിക്കാരൻ നിൽക്കുന്ന സമയത്ത് പിണറായി വിജയനെ എങ്ങനെ ധാഷ്ടിക്കാരൻ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും? നമ്മളൊരു കാര്യം മാത്രം പരിശോധിച്ചാൽ മതി. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വി ഡി സതീശൻ നടത്തിയിട്ടുള്ള അവസാനത്തെ ഒരു 10-15 പത്രസമ്മേളനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. ഈ പത്രസമ്മേളനങ്ങളിലെല്ലാം താങ്കൾ പറഞ്ഞത് നുണയല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്? തങ്ങൾ വയനാട്ടിൽ വീട് പണി ആരംഭിച്ചു എന്ന് കള്ളം പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസം അത് നുണയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അത് ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ കൈരളിയുടെ ആളല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ധാഷ്ട്യം, ആ പത്രക്കാരോടൊക്കെ എത്ര ധാഷ്ട്യത്തോടു കൂടിയിട്ടാണ് വി ഡി സതീശൻ സംസാരിച്ചിട്ടുള്ളത്. അത്രയും ധാഷ്ട്യമുള്ള ഒരു വ്യക്തിയാണ് പിണറായി വിജയനെ ധാഷ്ട്യക്കാരൻ എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കേ. VS ശിവകുമാർ വരെ മന്ത്രിയായി 2015-2016 കാലഘട്ടത്തിൽ. എന്തുകൊണ്ടാണ് വി ഡി സതീശന് മന്ത്രിയാകാൻ സാധിക്കാതിരുന്നത്? വി ഡി സതീശന് മന്ത്രിയാകാൻ സാധിക്കാതിരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2001 മുതൽ 2006 വരെ ഉണ്ടായിരുന്ന G. കാർത്തികേയൻ മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് വി ഡി സതീശൻ നടത്തിയിട്ടുള്ള ചില അഴിമതികളുണ്ട്. ആ അഴിമതികൾ അന്ന് പത്രമാധ്യമങ്ങളിലൊക്കെ വാർത്തകളായിട്ട് വന്നിരുന്നതാണ്. പക്ഷേ അന്ന് G. കാർത്തികേയൻ എന്ന മന്ത്രിയെ മുൻനിർത്തിക്കൊണ്ട് ഇദ്ദേഹം നടത്തിയിട്ടുള്ള അഴിമതികളാണ് 2011-16 മന്ത്രിസഭയിൽ നിന്ന് ഇദ്ദേഹത്തെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടി അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ കാരണമായിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, ഈ 2011 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുന്ന സമയത്ത് ഏത് വിധേനയാണ് ആ സർക്കാരിനെ ഈ വി ഡി സതീശന് ഹരിത MLA മാർ എന്ന പേരിട്ട ഒരു ഗ്രൂപ്പ് MLA മാരെ സൃഷ്ടിച്ചുകൊണ്ട് ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്?
കാരണം ഏറ്റവും വലിയ കൊള്ളക്കാരുടെ സംഘമാണ് ഈ സർക്കാർ എന്ന് വരെ വി ഡി സതീശൻ പറഞ്ഞിട്ടില്ലേ? കാരണം അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദന് പോലും ഉന്നയിക്കാത്ത തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച വ്യക്തിയല്ലേ വി ഡി സതീശൻ. ആ വി ഡി സതീശനാണ് ഇന്ന് ഏറ്റവും വലിയ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലിറങ്ങി നടക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. മാസ് ഡയലോഗ് ഞാൻ വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് മാസ് ഡയലോഗ് അടിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ പരാജയപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രതിപക്ഷ നേതാവിനെ കേരളം കണ്ടിട്ടുണ്ടോ? നിയമസഭയ്ക്കകത്ത് അവതരിപ്പിച്ചിട്ടുള്ള അടിയന്തര പ്രമേയങ്ങൾ എല്ലാം തോറ്റുവിടേണ്ടി വന്നിട്ടില്ലേ പ്രതിപക്ഷത്തിന്? ഏതെങ്കിലും ഒരെണ്ണത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ലല്ലോ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ? അതിനുശേഷം പറയുകയാണ് ഞാൻ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയുകയാണ്. ഞാൻ പറയട്ടെന്ന്, ഈ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവും കെ സുധാകരൻ KPCC പ്രസിഡന്റുമായിട്ട് വരുന്ന സമയത്ത് ഈ കെ സുധാകരനെ പ്രവർത്തിക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? കാരണം ഈ ചരിത്രത്തിലൊരിക്കലും കോൺഗ്രസ് നേരിടാത്ത ഒരു പരാജയമാണ് 2021 കോൺഗ്രസ് നേരിട്ടത്. ആ ഒരു പരാജയത്തിൽ തളർന്നിരുന്നു പോയ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉണർവ് നൽകാൻ വേണ്ടിയിട്ടാണ് വി ഡി സതീശനെയും അതോടൊപ്പം തന്നെ ഈ കെ സുധാകരനെയും കേരളത്തിലേക്ക് നിയമിച്ചത്. ഈ കെ സുധാകരൻ്റെ വരവ് അണികൾക്കൊരു ആവേശം തന്നെയായിരുന്നു, അതിനകത്ത് സംശയമൊന്നും വേണ്ട. കാരണം അദ്ദേഹം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പാർട്ടി സംവിധാനത്തെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് അറിയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ പ്രവർത്തിക്കാൻ സമ്മതിച്ചോ? എന്തായാലും ഇപ്പോൾ ചെന്നിത്തലയുടെയും KC വേണുഗോപാലിൻ്റെ പേര് പറഞ്ഞിട്ടും കെ സുധാകരൻ ഒരിക്കലും വി ഡി സതീശിനെ പേരെയോ സപ്പോർട്ട് ചെയ്തിട്ടോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇതുവരെ പറഞ്ഞു. അതല്ല ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ 5 വർഷം എടുത്ത് പരിശോധിക്കുക. കെ സുധാകരൻ KPCC പ്രസിഡന്റായിട്ട് കേരളത്തിലേക്ക് വന്ന സമയം മുതൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്? കേരളത്തിലെ കോൺഗ്രസിനെ അദ്ദേഹം കേഡർ പാർട്ടിയാക്കി മാറ്റുമെന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം യാതൊരുവിധ ഗ്രൂപ്പും നോക്കാതെ കൃത്യമായിട്ട് പുനഃസംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കി. ആ ലിസ്റ്റ് തടഞ്ഞതാരാണ്? ആ ലിസ്റ്റ് പൂർണ്ണമായും തടഞ്ഞു വെച്ചത് വി ഡി സതീശനാണെന്നേ. കെ സുധാകരൻ എവിടെയെങ്കിലും പ്രവർത്തിക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? മൈക്കിന് മുമ്പിലുള്ള അടികൾ മാത്രമാണോ? കെ സുധാകരനെ കേരളത്തിൽ പ്രവർത്തിക്കാൻ വി ഡി സതീശൻ സമ്മതിച്ചിട്ടുണ്ടോ? കെ സുധാകരൻ KPCC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അതിന് പോലും സമ്മതിച്ചിട്ടില്ലല്ലോ. കെ സുധാകരൻ കൊണ്ടുവന്നതല്ലേ CUC, കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി എന്നുള്ളൊരു പ്രോഗ്രാം കൊണ്ടുവന്നില്ലേ? എത്ര DCC പ്രസിഡന്റുമാർ അതുമായിട്ട് കൃത്യമായിട്ട് സഹകരിച്ചു? വി ഡി സതീശൻ്റെ ആളുകളെ തിരികെ കയറ്റാൻ വേണ്ടിയിട്ടല്ലേ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ കോൺഗ്രസ്സുകാരെ തന്നെ തിരിച്ചേൽപ്പിക്കുക. ഞാൻ പറയട്ടെ, എന്തടിസ്ഥാനത്തിലാണ് വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവണമെന്ന് പറയുന്നത്? നാളിതുവരെ ഒരു മന്ത്രിയായിട്ടില്ല, KPCC അധ്യക്ഷനായിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ, ഇതുപോലെ ധാർഷ്ട്യമുള്ള ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുമോ? അങ്ങനെ മുഖ്യമന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 3 മാസം തികയുന്നതിന് മുമ്പ് കോൺഗ്രസിനകത്ത് അടി തുടങ്ങത്തില്ലേ? അല്ലെങ്കിൽ കോൺഗ്രസിനകത്തുള്ള ഒരുപറ്റം MLA-മാർക്ക് ആ പാർട്ടി വിട്ടുപോകേണ്ട ഗതികേടുണ്ടാവത്തില്ലേ? എന്ത് നിലപാടിനെ കുറിച്ചാണ് പറയുന്നത്? വി ഡി സതീശൻ്റെ എന്ത് നിലപാടാണ്? PV അൻവറിൻ്റെ കാര്യത്തിൽ നിലമ്പൂരെടുത്ത ഒരു നിലപാടുണ്ട്. അതിനപ്പുറത്തേക്ക് എന്ത് നിലപാടാണുള്ളത്? നിലമ്പൂർ വെച്ച് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ടുകെട്ട്, ജമാഅത്തെ ഇസ്ലാമിയല്ലേ വി ഡി സതീശനെ ഇപ്പോൾ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്? വേറെ ആരെങ്കിലും ആണോ? ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി അല്ല വി ഡി സതീശനെ നയിക്കേണ്ടത്. വി ഡി സതീശനെ നയിക്കേണ്ടത് കോൺഗ്രസിലെ ഒരു പറ്റം പരിചയസമ്പന്നരായിട്ടുള്ള ജനങ്ങളുമായി ബന്ധമുള്ള നേതാക്കന്മാരാണ് നയിക്കേണ്ടത്. അതല്ലാണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി ഈ നാട് ഭരിക്കാമെന്ന് വി ഡി സതീശൻ തെറ്റിദ്ധരിച്ചാൽ അത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇനി ഒരു സർക്കാർ മാറുകയാണെന്ന് കരുതുക, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ മാറുന്നു എന്ന് കരുതുക, തുടർഭരണം ലഭിക്കുന്നില്ല. അത് പ്രതിപക്ഷത്തിൻ്റെ വിജയമായിട്ട് കാണാൻ പറ്റുമോ? ഈ സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു ഗുരുതരമായ ആരോപണം ഉയർത്തിക്കൊണ്ടുവന്ന് അത് സർക്കാരിന് പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ടോ? ഇത്രയും കംഫർട്ടബിളായിട്ട് കഴിഞ്ഞ 5 വർഷക്കാലം പിണറായി വിജയന് ഭരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ പരാജയപ്പെട്ട വി ഡി സതീശനെ പോലെ പരാജയപ്പെട്ടിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉള്ളതുകൊണ്ടാണ്. കാർ മോഡിഫിക്കേഷനെ കുറിച്ച് പോലുള്ള വിഡ്ഢിത്തരങ്ങൾ, സി ലോജിസ്റ്റിക്സിനെ പോലുള്ള വിഡ്ഢിത്തരങ്ങൾ ഒക്കെ എഴുന്നള്ളിക്കുന്ന ഒരു വ്യക്തി. കാരണം ഒരുത്തൻ വിഡ്ഢിത്തരങ്ങൾ ബുദ്ധിജീവിയുടെ ഭാഷയിൽ അവതരിപ്പിച്ചാൽ അത് സത്യമായിട്ട് മാറുമോ? കേരളത്തിലെ ജനങ്ങൾക്ക് എന്താ വിവരവും ബോധവും ഇല്ലേ? ഞാൻ പറയുന്നത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാനദണ്ഡങ്ങൾ അടിസ്ഥാനപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ആദ്യ 10 പേരിൽ ഒരാൾ പോലും ആകുന്നില്ല വി ഡി സതീശൻ എന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും വി ഡി സതീശൻ മനസ്സിലാക്കണം.
കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ ഒരു പരാജയം ഇപ്രാവശ്യം കേരളത്തിന് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥവും VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ KPCC പ്രസിഡന്റായിരുന്ന K സുധാകരനെ പ്രവർത്തിക്കാൻ സമ്മതിച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. നമ്മളത് ആലോചിച്ച് നോക്കിക്കേ. KPCCയുടെ ഏതെങ്കിലും ഒരു പരിപാടികളുമായിട്ട് ഈ പ്രതിപക്ഷ നേതാവ് സഹകരിച്ചിട്ടുണ്ടോ? താൻ നടത്തുന്ന പരിപാടി, ഞാനെന്ന ഭാവം, എനിക്കപ്പുറം വേറെ ആരുമില്ല, ഞാനാണ് കോൺഗ്രസ് ഉണ്ടാക്കിയത്. VD സതീശൻ കോൺഗ്രസിൻ്റെ പരിപാടിയൊക്കെ നിർത്തിയിട്ട് വേറെ പണിക്ക് പോയാളാന്നായി. അതിനുശേഷം എന്നിട്ട് ജോസഫ് വാഴക്കിൻജിയാണ് അദ്ദേഹത്തെ തിരിച്ചുവിടെ ഈ കോൺഗ്രസ് പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് VD സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അവിടെ ഇരുന്നു കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തി കഴിഞ്ഞാൽ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് മാറും എന്ന് ആരെങ്കിലും കരുതിയാൽ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഒരു പ്രതിപക്ഷ നേതാവാക്കി അദ്ദേഹത്തെ കഴിഞ്ഞ 5 വർഷം വെച്ചിരുന്നത് എന്തുകൊണ്ടാണ്? 2021 കോൺഗ്രസിന് ഏറ്റ കനത്ത പരാജയം. ഈ പരാജയത്തിൽ നിന്ന് കോൺഗ്രസിനെ മുൻപോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അണികൾക്കൊരു ആത്മവിശ്വാസം നൽകണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള നേതാക്കന്മാരെയൊക്കെ പതുക്കെ ഒന്ന് മാറ്റി നിർത്തി പുതുമുഖങ്ങൾക്ക് അവസരം നൽകേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലല്ല VD സതീശന് അവസരം നൽകിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം, അദ്ദേഹത്തിൻ്റെ വിവരമില്ലായ്മ, അതല്ലേ നമ്മൾ കണ്ടത് കഴിഞ്ഞ 5 വർഷമായിട്ട്. അല്ലെങ്കിൽ നിയമസഭയ്ക്കകത്ത് ഒരു അടിയന്തര പ്രമേയമെങ്കിലും വിജയിച്ചതായിട്ട് കാണിച്ചു തരാൻ പറ്റുമോ? സർക്കാരിനെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ട് VD സതീശന് സാധിച്ചിട്ടുണ്ടോ? പകരം അവർ പ്രതിരോധത്തിലാവുക ചെയ്തേക്കണം. തീർച്ചയായിട്ടും പ്രതിപക്ഷത്തുള്ള UDF സംവിധാനത്തെ ഏകോപിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? ഇദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്? ഇദ്ദേഹത്തിൻ്റെ അഹങ്കാരമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്? ഇദ്ദേഹത്തിൻ്റെ താനെന്ന ഭാവമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്? പിണറായി വിജയനെ ധാർഷ്ട്യക്കാരെന്ന് വിളിക്കുന്ന സമയത്ത് VD സതീശനെ ഇവിടെ നിർത്തിക്കൊണ്ട് നമുക്ക് ഏതെങ്കിലും സമയത്ത് ആർക്കെങ്കിലും പിണറായി വിജയനെ ധാർഷ്ട്യക്കാരെന്ന് വിളിക്കാൻ പറ്റുമോ? അതില്ല. കഴിഞ്ഞ ഒരു 10 പത്രസമ്മേളനം എടുത്ത് നോക്കിയാൽ മതി. അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ തിരിച്ചേൽപ്പിക്കുക. ഈ രാഹുൽ ഗാന്ധിയുടെ ടാലൻറ്റ് ഹണ്ടിലൂടെയൊക്കെ വന്നിട്ടുള്ള ഈ ആളുകളോടൊക്കെ തൽക്കാലത്തേക്ക് ഒരു 5 വർഷത്തേക്ക് അവധിയെടുത്ത് വീട്ടിലിരിക്കാൻ വേണ്ടി പറയുക. ഞാൻ പറയുന്നത് മെയ് 4 ശേഷം മതി. മെയ് 4 വരെ 100 സീറ്റ് നേടി ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന് VD സതീശൻ പറഞ്ഞോട്ടെ. പക്ഷേ ആ മെയ് 4 എന്ന ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു 5 വർഷത്തേക്ക് ഈ കോൺഗ്രസ് എന്ന പാർട്ടി കോൺഗ്രസ്സുകാരെ തിരിച്ചേൽപ്പിക്കുക. ആ കോൺഗ്രസ്സുകാർ ഈ പ്രസ്ഥാനത്തെ മാന്യമായിട്ട് കേരളത്തിൽ കൊണ്ടു നടക്കട്ടെ എന്നാണ് പ്രിയപ്പെട്ട VD സതീശനോടും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ ടാലൻറ്റ് ഹണ്ടിൽ കൂടെ വന്നിട്ടുള്ള ടാലൻറ്റന്മാരോടും നമുക്ക് പറയാനുള്ളത്.